അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം ഔറത്ത് അല്ലെങ്കിൽ നഗ്നത മറക്കുന്നതിനെ പറ്റിയാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം എങ്ങനെയാണ് നഗ്നത മറക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ അധ്യാപനം ഉണ്ട്. അതായത് പുരുഷന്മാരുടെയും അടിമ സ്ത്രീകൾ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഫിഖിഹിൻ്റെ കിതാബുകളിലൊക്കെ പരാമർശം അങ്ങനെയാണ്. പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലം മറക്കലാണ് നിസ്കാരം പോലെയുള്ള ഇബാദത്തുകളിൽ മറക്കേണ്ടുന്ന ഔറത്ത്. അതേസമയം ഇന്നല്ലാഹ ജമീലുൻ ഹുവ യുഹിബുൽ ജമാൽ, അള്ളാഹു അഴകിനെ ഇഷ്ടപ്പെടുന്നു, അവൻ അഴകുള്ളവനാണ് എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു പുരുഷൻ എന്ന രീതിയിൽ, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, ഒരു പുരുഷൻ എന്ന രീതിയിൽ അയാൾ ശരീരത്തിൽ മുഴുവനായ കമ്മീസ് അല്ലെങ്കിൽ ഷർട്ട്, മുണ്ട് തുടങ്ങിയ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്. ഈ നിസ്കാരത്തിലെ ഔറത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ് എങ്കിലും നിസ്കാരത്തിൽ തോള് മറക്കാതെ നിസ്കരിക്കുക എന്നത് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ഷർട്ടോ ഒന്നുമല്ലെങ്കിൽ ഒരു തോർത്തോ തുണിയോ എങ്കിലും ചുമലിലൂടി മറച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇനി സ്ത്രീയുടെ ഔറത്തിലേക്ക് വരുമ്പോൾ, അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും തനിക്ക് വേണ്ടപ്പെട്ട മഹ്റമീത്തുകളുടെയും അല്ലാത്ത ആളുകളിലേക്ക് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറക്കണമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നത്. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് പലരും വലിയ വിവാദമാക്കുകയും സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പരാമർശിക്കുകയും ചെയ്യുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സിൻഫാനി മിൻ ഉമ്മത്തി ലം അറാഹുമ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസിൽ പറയുന്നു, എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം, അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ അവർ പെട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ റുഊസുഹുന്ന കാസിനിമത്തിൽ ബുഹത്തിൽ മായില. ഒരു വിഭാഗം സ്ത്രീകളാണ്. ഒന്നാമത്തെ വിഭാഗം ഇപ്പം നിലവിലില്ല. ഈ ചുങ്കം പിരിക്കാൻ വേണ്ടി ജനങ്ങളെ മർദ്ദിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവരെ പറ്റിയിട്ട് ഞാൻ പരാമർശിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗമായി അള്ളാൻ്റെ റസൂൽ എൻ്റെ മുന്നിൽ പെട്ടുപോകരുത്, ഞാൻ അവരെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വർഗം
നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, ഒരു വിഭാഗം സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാസിയാത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്തുൻ, പക്ഷേ അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളായിട്ടുള്ള സ്ത്രീകൾ. റുഊസുഹുന്ന ക അസ്നിമത്തിൽ ബുഹത്തിൽ മായില, അവരുടെ തല എന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അവർ മുടി ചുരുട്ടിക്കെട്ടി വെച്ചുകൊണ്ട് അത് ആളുകളെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, അവർ ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ യജിദിന റീഹഹ, സ്വർഗത്തിൻ്റെ വാസന പോലും അത്തരം സ്ത്രീകൾക്ക് കിട്ടുകയില്ല. ഫൈന റീഹഹ ല തൂജദു മിൻ മസീറത്തി കഥാ വ കഥ, സ്വർഗത്തിൻ്റെ വാസന എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അടിച്ചു വീശുന്നതാണ്. ആ വാസന പോലും കിട്ടാനുള്ള ഭാഗ്യം ഈ സ്ത്രീകൾക്ക് ഉണ്ടാകില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ശരീരം മുഴുവനായി തന്നെ മറച്ചിരിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ ഔറത്തിലേക്ക് വരാം. നിസ്കാരത്തിൻ്റെ ഔറത്ത് എന്ന് പറയുമ്പോൾ അത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളാണ്. നിസ്കാരത്തിൽ സ്ത്രീകൾ മറക്കേണ്ടത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അത് നിസ്കാരത്തിൽ മാത്രമേ ആ ഇളവുള്ളൂ. അപ്പം ചിലർ ചോദിക്കും, ഞങ്ങൾ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ ഒതു എടുക്കുമ്പോഴൊക്കെ ഔറത്ത് മറക്കണോ? അങ്ങനെ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതായത് കുളിക്കുമ്പോൾ കുളിപ്പരയിലാണെങ്കിൽ മറ്റാരും കാണാത്തടത്താണെങ്കിൽ തോർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കുളിക്കാറുണ്ടല്ലോ, അങ്ങനെ കുളിക്കുക. അതേ കുളിമുറിയിൽ വെച്ച് ഒതു എടുക്കുകയും ചെയ്യാം. ആ സമയത്ത് ഔറത്ത് മറക്കാൻ പറ്റൂല. ചിലർ നമ്മുടെ വീഡിയോൻ്റെ ഒക്കെ അടിയിൽ കമൻ്റ് ഇടുന്നുണ്ട്, ഔറത്ത് മറക്കാതെ ഒതു എടുത്താൽ ശരിയാവുമോ? ശരിക്കും ഔറത്ത് മറച്ചുകൊണ്ട് എങ്ങനെയാണ് ഒതു എടുക്കുക? ഔറത്ത് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനുമാണല്ലോ. ഈ ശരീരം മുഴുവനും മറച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ തുണീൻ്റെ മുകളിൽ കൂടിയല്ലേ ഒതു എടുക്കേണ്ടത്. കാരണം ഒതുവിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം എന്നത്. അതുകൊണ്ട് തന്നെ ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കാനോ അല്ലെങ്കിൽ ഒതു ചെയ്യാനോ ഒരു സ്ത്രീയെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്, നടക്കാത്ത കാര്യമാണ്, കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒതുവിനും കുളിക്കും ഔറത്ത് മറക്കുക എന്നത് എവിടെയും ഷർത്തായി പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിന് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മറച്ചിരിക്കണം. മറ്റ് പൊതുസ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്യ പുരുഷരുടെയോ അല്ലെങ്കിൽ അന്യ ഒരു കുടുംബത്തിലേക്കോ ഇറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറച്ചിരിക്കണം എന്നാണ് ഫിഖിഹിൻ്റെ കിതാബുകൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും മാന്യമായ വേഷം അത് ശരീരത്തിൻ്റെ പെണ്ണിൻ്റെ അഴക് പുറത്തു വരാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണം. അല്ലാതെ ഫുള്ള് നേലിരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള തുണി പോലത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാരും അവരുടെ നഗ്നത ഈ പറഞ്ഞ രൂപത്തിൽ നിസ്കാരത്തിലാണെങ്കിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം മറക്കുമ്പോൾ നേലരിക്കുന്ന അല്ലെങ്കിൽ നൂല് അകന്ന് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിലുള്ളതൊക്കെ മൊത്തത്തിൽ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചാലും മതിയാകില്ല. ഇതാണ് ഔറത്ത് മറക്കലിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അല്ലാഹു തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ചിലർ ഞാൻ ഇങ്ങനെയേ ചെയ്യൂ, എനിക്കെന്താണ്, ഇങ്ങനെ ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് അള്ളാഹുവിനോടും റസൂലിനോടും തർക്കിക്കുന്ന, അല്ലെങ്കിൽ അവരെ വിചാരം ഇത് പറയുന്ന പണ്ഡിതന്മാരെ കുറ്റാണെന്ന. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിക്കും അള്ളാഹുവും റസൂലും ഒരു മതപരമായ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനോട് തർക്കിക്കാൻ ഒരു വിശ്വാസിക്കും പാടില്ല. അങ്ങനെ തർക്കിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും.
ഒരാളോട് മദ്യപാനം ഹറാമാണ് എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ എൻ്റെ കാശ് കൊടുത്തിട്ടല്ലേ എന്ന് അവന് ചോദിക്കാൻ കുഴപ്പമില്ല. ഓനിക്ക് യാതൊരു നിർബന്ധമില്ല, ഓനിക്ക് കുടിക്കുക. ഒരാൾ പറയുന്നു ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നു, ഞാൻ പൈസയും കൊടുത്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, ഓനാർക്കും നിർബന്ധിക്കുന്നുമില്ല. കാരണം എന്താ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വ്യഭിചാരം അല്ലെങ്കിൽ മദ്യപാനം ഹറാമായ ഒരു കാര്യം അതിനെ ഹലാലാണ് എന്ന് ഒരാൾ ധരിക്കുകയോ അത് ഹലാലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയോ ചെയ്താൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നിട്ട് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആ ബസ്സിൻ്റെ ഉള്ളുഭാഗം മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയായാൽ നന്നായിരുന്നു എന്ന് കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.